ആസൂത്രണത്തിന്റെ മുഖ്യ കേന്ദ്രം മാറാട് ജുമാ മസ്ജിദായിരുന്നു. 2003 മെയ് 2 കേരളത്തെ നടുക്കിക്കൊണ്ട് മാറാട് കടപ്പുറത്ത് 9 ജീവനുകൾ പൊലിഞ്ഞ രാത്രി. മാറാട് ജുമാ മസ്ജിദിലെ കലണ്ടറിൽ മെയ് 2 എന്നുള്ളത് ഒരു ചുവന്ന വൃത്തത്തിൽ അടയാളപ്പെടുത്തി ഉണ്ടായിരുന്നു. മാറാട് പള്ളിയിൽ നിന്നും കണ്ടെത്തിയത് മാരകായുധങ്ങളുടെ ഒരു വലിയ ശേഖരം തന്നെയായിരുന്നു. ആ ആക്രമണം കരുതിക്കൂട്ടി ചെയ്തതാണ്. മലപ്പുറത്ത് നിന്ന് ഹിന്ദുക്കളെ ഓടിച്ച പോലെ മാറാട് നിന്ന് ഹിന്ദുക്കളെ ഓടിക്കുക എന്ന ലക്ഷ്യം അതിനുണ്ടായിരുന്നു. പല രാഷ്ട്രീയ പാർട്ടികളുടെ ഇടപെടലും നമ്മൾ ഈ കലാപത്തിനിടയ്ക്ക് കണ്ടിട്ടുണ്ട്. പല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലും പെട്ടവർ മതത്തിൻ്റെ പേരിൽ ഒരുമിച്ച് വന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അവരിൽ കമ്മ്യൂണിസ്റ്റുകാരുണ്ടായിരുന്നു, കോൺഗ്രസ്സുകാരുണ്ടായിരുന്നു, ലീഗുകാരുണ്ടായിരുന്നു, NDF-കാരുണ്ടായിരുന്നു, ജമാഅത്തെ ഇസ്ലാമിക്കാരുണ്ടായിരുന്നു, സകലരും ഉണ്ടായിരുന്നു. ഒരു വർഷം കാത്തിരുന്ന് വേണ്ടത്ര ആലോചന നടത്തി. ഗൂഢാലോചനയുണ്ട്, അതിൻ്റെ ഫിനാൻസ് ഫണ്ടിങ് ഉണ്ടായിട്ടുണ്ട്, ആയുധ സമാഹരണം നടന്നിട്ടുണ്ട്. ഹിന്ദുക്കളെ കൂട്ടക്കൊല ചെയ്തതിൻ്റെ പേരിൽ 80-ഓളം പേർക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ വിധിക്കപ്പെട്ട ഒരു കേസ് കേരള ചരിത്രത്തിൽ വേറെയില്ല. ഇവർക്ക് വേണ്ട ഫണ്ട്, ആയുധങ്ങളൊക്കെ എങ്ങനെ ഇവിടെ എത്തി എന്നുള്ളതും ഇന്നും ചർച്ചയാവുന്ന കാര്യങ്ങളാണ്. മാറാട്ട ഹൈന്ദവ സമാജം ഒരുമിച്ച് നിന്നു. ഈ സംഭവത്തിന് ശേഷം അവർ ഭയന്നോടിയില്ല. 2003 മെയ് 2 കേരളത്തെ നടുക്കിക്കൊണ്ട് മാറാട് കടപ്പുറത്ത് 9 ജീവനുകൾ പൊലിഞ്ഞ രാത്രി. മാറാട് കലാപം കഴിഞ്ഞതിന് ശേഷവും ഇത്ര വർഷങ്ങൾ പിന്നിട്ടിട്ട് ശേഷവും അതിൻ്റെ ദുരൂഹതകൾ തുടരുകയാണ്. ഈ വിഷയത്തെപ്പറ്റി സംസാരിക്കാൻ ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ഹിന്ദു ഐക്യവേദി അധ്യക്ഷൻ RV ബാബു സാറാണ്. നമസ്കാരം. നമസ്കാരം. മാറാട് കലാപം കഴിഞ്ഞിട്ട് 23 വർഷങ്ങൾ പിന്നിടുകയാണ്. ഇപ്പോൾ കലാപത്തിനെ കുറിച്ചുള്ള ഈ നാൾ വഴികളിലെല്ലാം കലാപത്തെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞൊരു വ്യക്തി എന്ന നിലയിൽ എന്താണ് ഈ കലാപത്തെക്കുറിച്ച് പറയാനുള്ളത്? മാറാട് സംഭവം എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ ചരിത്രത്തിലെ ഒരു കറുത്ത അധ്യായമാണ്. തീർച്ചയായും. മാറാട് സംഭവം ഒരർത്ഥത്തിൽ നമുക്ക് 1921 മലബാറിലെ മാപ്പിളലകളയ്ക്ക് ശേഷം വളരെ ആസൂത്രിതമായി കേരളത്തിൽ ഹിന്ദുക്കൾക്കെതിരെ ഏകപക്ഷീയമായി നടത്തിയ ഒരു ആക്രമണം എന്ന നിലയ്ക്ക് നമുക്ക് കാണാൻ കഴിയും. അതിനു മുൻപ് 1947 രാമസിംഹൻ്റെ കുടുംബത്തെ കൂട്ടക്കൊല ചെയ്ത സംഭവം ഉണ്ടായി. അതൊരു കുടുംബത്തിന് നേരെ നടന്ന ആക്രമണമായിരുന്നുവെങ്കിൽ 2003 മെയ് മാസം 2-ാം തീയതി മാറാട് കടപ്പുറത്ത് ഹിന്ദുക്കളായ മത്സ്യത്തൊഴിലാളികളായ പാവപ്പെട്ട നിരപരാധികളായിട്ടുള്ള ആളുകൾക്ക് മേൽ ഒരു വലിയ സംഘം ആളുകൾ ആസൂത്രിതമായി സംഘടിച്ച് നടത്തിയിട്ടുള്ള ഏകപക്ഷീയമായ ആക്രമണം. ആ ആക്രമണം വളരെ ആസൂത്രിതമായിരുന്നു. ആ ആക്രമണം കരുതിക്കൂട്ടി ചെയ്തതാണ്. അത് മാറാട് നിന്ന് ഹിന്ദുക്കളെ നിഷ്കാസനം ചെയ്യണം എന്ന ഉദ്ദേശത്തോടു കൂടി നടത്തിയ ഒരു കലാപമായിരുന്നു. മലബാറിൽ നിന്ന് മലപ്പുറത്ത് നിന്ന് ഹിന്ദുക്കളെ ഓടിച്ച പോലെ മാറാട് നിന്ന് ഹിന്ദുക്കളെ ഓടിക്കുക എന്ന ലക്ഷ്യം അതിനുണ്ടായിരുന്നു. അതിന് കേരളത്തിൽ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയും പിന്തുണയുണ്ടായിരുന്നു. പ്രതികളാക്കപ്പെട്ടവരിൽ 200-ഓളം പേര് അതിൽ പങ്കെടുത്തു എന്നാണ് കലാപത്തിൽ. അതിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട 160-ലേറെ ആളുകൾ, ആ ആളുകൾ എല്ലാവരും മുസ്ലിങ്ങളായിരുന്നു. പക്ഷേ അവരുടെ മതം മുസ്ലിമായിരുന്നു, പക്ഷേ അവരുടെ രാഷ്ട്രീയം പലതായിരുന്നു. തീർച്ചയായും പല രാഷ്ട്രീയ പാർട്ടികളുടെ ഇടപെടലും നമ്മൾ ഈ കലാപത്തിനിടയ്ക്ക് കണ്ടിട്ടുണ്ട്. ആൾവഴികളിലെല്ലാം കണ്ടതാണ്. പല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലും പെട്ടവർ മതത്തിൻ്റെ പേരിൽ ഒരുമിച്ച് വന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ കലാപത്തിന് നേതൃത്വം കൊടുത്ത കലാപകാരികൾ, തീവ്രവാദികൾ, ഭീകരവാദികൾ എന്നൊക്കെ നമുക്ക് ഇവരെ വിളിക്കാം. അവരിൽ കമ്മ്യൂണിസ്റ്റുകാരുണ്ടായിരുന്നു, കോൺഗ്രസ്സുകാരുണ്ടായിരുന്നു, ലീഗുകാരുണ്ടായിരുന്നു, NDF-കാരുണ്ടായിരുന്നു, ജമാഅത്തെ ഇസ്ലാമിക്കാരുണ്ടായിരുന്നു, സകലരും ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ രാഷ്ട്രീയമൊക്കെ വ്യത്യാസമായിരുന്നു, പക്ഷേ അവരുടെ മതം ഒന്നായിരുന്നു. അപ്പോൾ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ സംഘടിച്ച് മതം നോക്കി കൊലപ്പെടുത്തിയ ഒരു സംഭവമാണ് മാറാട് സംഭവം. ഹിന്ദുക്കളെ മാത്രമേ കൊല ചെയ്തുള്ളൂ. ഹിന്ദുക്കളാണെന്ന് ഉറപ്പുവരുത്തിയിട്ടാണ് കൊല ചെയ്തത്. അപ്പോൾ ആ നിലയ്ക്ക് നോക്കുമ്പോൾ 1921 ശേഷം കേരളത്തിൽ നടന്ന മറ്റൊരു വംശഹത്യ എന്ന് വേണമെങ്കിൽ പറയാം മാറാട് കൂട്ടക്കൊലയെ സംബന്ധിച്ച്. തീർച്ചയായും 23 വർഷങ്ങൾ പിന്നിടുമ്പോൾ അതിൽ പങ്കെടുത്ത ആളുകളിൽ 80-ഓളം പേർക്ക് കേരളത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം കൊടുത്ത 80-ഓളം പേര് ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചു എന്നുള്ളതാണ് കേരള ഹൈക്കോടതി.
വെറുതെ വിട്ട് 10-24 പേരെ സുപ്രീം കോടതിയും ജീവപര്യന്തത്തിന് ശിക്ഷിച്ചു. ഇന്നവർ ജാമ്യത്തിലൊക്കെ പുറത്തുണ്ട്, കേസ് നടക്കുന്നു, ഒക്കെ ശരിയാണ്. പക്ഷേ ഇത്രയും വലിയ ഒരു വിധി ഹിന്ദുക്കളെ കൂട്ടക്കൊല ചെയ്തതിൻ്റെ പേരിൽ 80-ഓളം പേർക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ വിധിക്കപ്പെട്ട ഒരു കേസ് കേരള ചരിത്രത്തിൽ വേറെയില്ല. തീർച്ചയായും ഇത്രയും വലിയൊരു വർഗീയ കലാപത്തിന് നേതൃത്വം കൊടുത്ത് ഇത്രയും പേര് ശിക്ഷിക്കപ്പെട്ട ഒരു സംഭവം കേരളത്തിലില്ല. അപ്പോൾ ആ നിലയ്ക്ക് ഈ മാറാട് സംഭവം ചർച്ച ചെയ്യപ്പെട്ടോ എന്ന് ചോദിച്ചാൽ സത്യം പറഞ്ഞാൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല. ഇത്രയും ആളുകൾ ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട ഒരു കേസിൻ്റെ ആ ഗ്രാവിറ്റി മാറാടുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ജനങ്ങളുടെ മനസ്സിലുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് വേണം പറയാനായിട്ട്. ഇതിലേറ്റവും ഞങ്ങളെപ്പോലുള്ളവർക്ക് ദുഃഖകരമായിട്ട് തോന്നിയിട്ടുള്ള കാര്യം, അന്ന് മുതൽ മാറാട് സംഭവം ഉണ്ടായ ആ കാലം മുതൽ ഹിന്ദു സംഘടനകൾ ഹിന്ദു ഐക്യവേദി ആവശ്യപ്പെട്ടത് ഈ കേസ് അന്വേഷണം CBI ഏറ്റെടുക്കണം എന്നതായിരുന്നു. 10 ആവശ്യങ്ങൾ അന്ന് ഹിന്ദു സംഘടനകൾ മുന്നോട്ട് വച്ചിരുന്നു. അതിൽ 9 ആവശ്യവും നിറവേറ്റപ്പെട്ടു. 10 ഒരാവശ്യം മാത്രം സർക്കാർ അംഗീകരിച്ചില്ല. സർക്കാർ മാത്രമല്ല, ആ CBI അന്വേഷണത്തിനെതിരെ നിലകൊണ്ടത് കേരളത്തിലെ പ്രതിപക്ഷവും. അന്നത്തെ പ്രതിപക്ഷം ഇടതുപക്ഷമാണ്, അന്നത്തെ ഭരണപക്ഷം UDF ആണ്. UDF-ഉം LDF-ഉം മുസ്ലിം ലീഗ് അടക്കം മുസ്ലിം സംഘടനകൾ ഒന്നടങ്കം CBI അന്വേഷണത്തെ എതിർത്തു എന്നുള്ളതാണ്. എന്തുകൊണ്ട് അവർ CBI അന്വേഷണത്തെ എതിർത്തു എന്ന് ചോദിച്ചാൽ, മാറാട് കൂട്ടക്കൊല സംഘടിപ്പിച്ചത് കേവലം ആകസ്മികമായി സംഭവിച്ച ഒരു പ്രതികാര നടപടിയല്ല. പെട്ടെന്നുണ്ടായ ഒരു വികാര തള്ളിച്ചയിലുണ്ടായ ഒരു കൂട്ടക്കൊലയല്ല. അതിൻ്റെ പിന്നിൽ ഒരു വർഷം കാത്തിരുന്ന് വേണ്ടത്ര ആലോചന നടത്തി. ഗൂഢാലോചനയുണ്ട്, അതിൻ്റെ ഫിനാൻസ് ഫണ്ടിങ് ഉണ്ടായിട്ടുണ്ട്, ആയുധ സമാഹരണം നടന്നിട്ടുണ്ട്. അപ്പോൾ ഈ മേഖലകളിലേക്കുള്ള അന്വേഷണമൊന്നും പോയില്ല. അന്താരാഷ്ട്ര ഭീകര സംഘടനകളുമായിട്ടുള്ള ബന്ധം ഇതിനകത്ത് ആരോപിക്കപ്പെട്ടിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള ഒരു അന്വേഷണം നടത്താൻ കേരള പോലീസ് തയ്യാറായില്ല. കേരള പോലീസിൻ്റെ അധികാര പരിധിക്ക് അപ്പുറമായിരുന്നു അത്. അതുകൊണ്ട് ആ കേസ് CBI അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുവെങ്കിലും കേരളത്തിലെ ഈ പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ മുസ്ലിം തീവ്രവാദത്തിന് നേതൃത്വം അന്ന് കൊടുത്ത ആളുകളെ സംരക്ഷിക്കാൻ CBI അന്വേഷണത്തിന് തടസ്സം നിന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ലീഗിൻ്റെ സമുന്നതരായ നേതാക്കളടക്കം മാറാട് കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം വഹിച്ചു എന്ന് മാറാട് ജുഡീഷ്യൽ അന്വേഷണം നടത്തിയ തോമസ് പി ജോസഫ് സാർ അദ്ദേഹത്തിൻ്റെ അന്വേഷണ റിപ്പോർട്ടിലുണ്ട്. അതിനുവേണ്ടി നടത്തിയ ഗൂഢാലോചനയെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. CBI അന്വേഷണത്തിൻ്റെ ശുപാർശ അദ്ദേഹം ചെയ്തു. ഇപ്പം തോമസ് പി ജോസഫ് കമ്മീഷനിൽ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഗൂഢാലോചന, അതുപോലെ തന്നെ തീവ്രവാദ ബന്ധം, അതുപോലെ രാഷ്ട്രീയ പാർട്ടികളുടെ ബന്ധം എല്ലാം പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് അപ്പം തന്നെ ഒരു നടപടി എടുക്കാൻ പറ്റാതെ പോയതെന്നാണ് ചിന്തിക്കുന്നത്. അതിനെ സംബന്ധിച്ച് വലിയ സമരപരിപാടികളാണ് ഹിന്ദു സംഘടനകൾ നടത്തിയത്. മാറാട് കേന്ദ്രീകരിച്ച് നടത്തിയ ആ പ്രക്ഷോഭത്തിൻ്റെ ശക്തി അന്ന് അദ്വിതീയമായിരുന്നു. മാറാട് ഈ കലാപത്തിന് എല്ലാവിധ സഹായം ചെയ്തു കൊടുത്ത് അവിടെ നിന്ന് ഒഴിവായി പോയ മുസ്ലിം സമൂഹം തിരിച്ചു മാറാട്ടേക്ക് കടക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായി. മാറാട് ജനങ്ങൾ ഒന്നടങ്കം അവിടുത്തെ മുസ്ലിം സമുദായത്തെ ബഹിഷ്കരിക്കുന്ന സാഹചര്യവും അവർക്ക് അവിടെ പ്രവേശനം നിഷേധിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി. സർക്കാർ വലിയ സമ്മർദ്ദത്തിലായി. ഒരുപാട് തവണ ഹിന്ദു സംഘടനകളുമായിട്ട് ചർച്ച ചെയ്തു. പക്ഷേ ഈ ഒരു കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും ഗവൺമെൻറ് തയ്യാറായില്ല. ഒരു കാരണവശാലും CBI അന്വേഷണം സാധ്യമല്ല എന്ന നിലപാടായിരുന്നു ലീഗ് അടക്കമുള്ള ആളുകൾക്ക്. കുഞ്ഞാലിക്കുട്ടി അന്ന് മാറാട് കമ്മീഷന് കൊടുത്ത മൊഴി, പിണറായി വിജയൻ കൊടുത്ത മൊഴി, കെ മുരളീധരൻ UDF അന്നത്തെ ഭരണപക്ഷ KPCCയുടെ പ്രസിഡൻ്റായിരുന്നു. ഇവരൊക്കെ കമ്മീഷൻ മുമ്പാകെ കൊടുത്ത മൊഴിയും എടുത്ത നിലപാടും CBI അന്വേഷണം ഒരു കാരണവശാലും പറ്റില്ല എന്നായിരുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ കേരളത്തിലെ മതതീവ്രവാദ ശക്തികളുടെ വേരുകൾ കണ്ടെത്താനും അവരെ ആരൊക്കെയാണ് സഹായിച്ചത് എന്ന് കണ്ടെത്താനും കഴിയുമായിരുന്ന ആ CBI അന്വേഷണത്തിനെ ബോധപൂർവം തടയിട്ടത് കേരളത്തിലെ ഇടത് വലത് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളാണ്, മുന്നണികളാണ്. പിന്നീടുള്ള കേരളത്തിലെ മതതീവ്രവാദ ശക്തികളുടെ മുന്നേറ്റത്തിന് ഇവൻ പോപ്പുലർ ഫ്രണ്ട് അടക്കമുള്ള സംഘടനകളുടെ വളർച്ചയ്ക്ക് തുണയായത് മാറാട് ഈ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ എടുത്ത നിലപാടാണ് എന്ന് വേണം കാണാൻ.
ഇതാണ് മാറാടിൻ്റെ ഒരു ചരിത്രമായിട്ട് നമുക്ക് പറയാൻ പറ്റുക. അപ്പം അതുപോലെ തന്നെ ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടികളെല്ലാം അവരുടേതായ തീരുമാനം എടുക്കുമ്പോൾ ഇത് ന്യൂനപക്ഷങ്ങളുടെ വോട്ട് എന്നൊരു വലിയൊരു കാര്യം അതിലുണ്ടായിരുന്നില്ലേ? ന്യൂനപക്ഷ വോട്ട് മാത്രമാണ് ഇവർ ലക്ഷ്യം വയ്ക്കുന്നത്. സംഘടിതമായിട്ടുള്ള വോട്ട് ന്യൂനപക്ഷ വോട്ടാണ്. ആ ന്യൂനപക്ഷ വോട്ടിന് വേണ്ടി ഹിന്ദുക്കൾക്കെതിരെ നടത്തിയ കൂട്ടക്കൊല നടത്തിയ ആളുകളെ സംരക്ഷിക്കാൻ, അല്ലെങ്കിൽ അവർ ആ കൂട്ടക്കൊല നടത്തിയ പ്രതികളെ സംരക്ഷിക്കുന്ന നിലപാട് ഇവരെടുത്തു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അത് വോട്ടിന് വേണ്ടി നടത്തിയിട്ടുള്ള ഒരു സമീപനമായിരുന്നു. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ മാറാട് സംഭവത്തിനൊക്കെ ശേഷം പിന്നീടുണ്ടായിട്ടുള്ള കേരളത്തിലെ സാമൂഹ്യ സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ വലിയ തോതിൽ ഇപ്പോൾ ഇവൻ മുഖ്യമന്ത്രിയായിരുന്ന AK ആൻ്റണിക്ക് പോലും പ്രതികരിക്കേണ്ടി വന്നു. കേരളത്തിലെ മത ന്യൂനപക്ഷ ശക്തികൾ അവരുടെ സംഘടിത ശക്തി ഉപയോഗിച്ചുകൊണ്ട് സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കി അനർഹമായ അവകാശങ്ങൾ നേടിയെടുക്കുന്നു എന്ന ഒരു പരാമർശം AK ആൻ്റണി നടത്തുകയുണ്ടായി. അതിനെ തുടർന്നാണ് അദ്ദേഹത്തിന് മുഖ്യമന്ത്രി സ്ഥാനം വരെ നഷ്ടപ്പെട്ടത്. അപ്പോൾ കേരളത്തിലെ ഭരണകൂടത്തിൻ്റെ നേതൃത്വം വഹിക്കുന്ന ആൾക്ക് വരെ ഇത് തുറന്നു പറയേണ്ട സാഹചര്യം പോലും കേരളത്തിലുണ്ടാകുന്ന തരത്തിൽ കേരളത്തിലെ മത തീവ്രവാദ ശക്തികൾ, വർഗീയ ശക്തികൾ ശക്തി പ്രാപിക്കുന്ന തരത്തിലേക്ക് വന്നത് മാറാട് ഈ രണ്ടു മുന്നണികളും അവർക്ക് അനുകൂലമായി എടുത്ത നിലപാടിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ന് വേണം പറയാൻ. അപ്പം മാറാട് കലാപം നടന്നതിന് ശേഷം ആയുധങ്ങൾ കണ്ടെത്തുകയുണ്ടായി. മുസ്ലിം പള്ളിയിൽ നിന്ന് ആയുധങ്ങൾ കണ്ടെത്തുകയുണ്ടായി. അവിടെ അവരഭയം പ്രാപിച്ചത് അവിടെയാണെന്നൊക്കെ കണ്ടെത്തുകയുണ്ടായി. എന്നിട്ടും അതിനെതിരെ നടന്ന അന്വേഷണങ്ങൾ നടക്കാൻ ഇവർക്ക് സാധിച്ചില്ല, നടത്താൻ സാധിച്ചില്ല. നരേന്ദ്രമോദി സർക്കാർ വന്നതിന് ശേഷമാണ് കൂടുതലൊരു അന്വേഷണം വന്നതും അതിന് നടപടികൾ സ്വീകരിച്ചതും. എന്നാണ് അതിനെപ്പറ്റി പറയുന്നത്? ഒന്ന്, മാറാട് ജുമാ മസ്ജിദ് ഈ ആക്രമണത്തിൻ്റെ കേന്ദ്രസ്ഥാനമായിരുന്നു. ആസൂത്രണത്തിൻ്റെ മുഖ്യ കേന്ദ്രം മാറാട് ജുമാ മസ്ജിദ് ആയിരുന്നു എന്നുള്ളത്. മാറാട് ജുമാ മസ്ജിദിലെ കലണ്ടറിൽ തൂക്കിയിട്ടിരുന്ന കലണ്ടറിൽ മെയ് 2 എന്നുള്ളത് ഒരു ചുവന്ന വൃത്തത്തിൽ അടയാളപ്പെടുത്തി ഉണ്ടായിരുന്നു. മാറാട് സംഭവത്തിന് ശേഷം പോലീസ് മാറാട് കടപ്പുറത്തെത്തി പള്ളിയിലേക്ക് കടക്കാൻ ശ്രമിച്ചപ്പോൾ മാറാട്ടെ മുസ്ലിം സമൂഹം സ്ത്രീകളടക്കം പള്ളിയിൽ പോലീസ് കയറുന്നതിനെ ശക്തമായി ചെറുക്കുന്ന സാഹചര്യം ഉണ്ടായി. പക്ഷേ ഇപ്പുറത്ത് ഈ 8 പേരുടെ കൂട്ടക്കൊല നടന്നതിൻ്റെ പശ്ചാത്തലത്തിൽ പോലീസിന് വേറെ നിവൃത്തിയില്ലായിരുന്നു. ആ സമ്മർദ്ദത്തെ മറികടന്നുകൊണ്ട് പള്ളിയിൽ പ്രവേശിക്കേണ്ട സാഹചര്യം ഉണ്ടായി. കയറിയ സമയത്ത് കണ്ടെത്തിയത്, മാറാട് പള്ളിയിൽ നിന്നും കണ്ടെത്തിയത് മാരകായുധങ്ങളുടെ ഒരു വലിയ ശേഖരം തന്നെയായിരുന്നു. അപ്പോൾ മാറാടായിരുന്നു കൂട്ടക്കൊലയ്ക്ക് വേണ്ടിയിട്ടുള്ള ആയുധങ്ങൾ ശേഖരിച്ച് വെച്ചത്. മാറാട് പള്ളിയിലായിരുന്നു കൂട്ടക്കൊലയ്ക്ക് വേണ്ട ആയുധങ്ങൾ ശേഖരിച്ച് വെച്ചത്. അതെല്ലാം പബ്ലിക് ഡൊമൈനിൽ പിന്നീട് പോലീസ് തന്നെ കാണിക്കുന്ന സാഹചര്യം ഉണ്ടായി. അപ്പോൾ മാറാട് പള്ളി അതിനെ തുടർന്ന് അടച്ചിടപ്പെട്ടു, നീണ്ട നാൾ അടച്ചിടപ്പെട്ടു. ആ മാറാട് പള്ളി പിന്നീട് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് നേതൃത്വം കൊടുത്തത് ലീഗിൻ്റെ അന്നത്തെ MP ആയിട്ടുള്ള E. അഹമ്മദാണ്. E. അഹമ്മദ് ബലം പ്രയോഗിച്ച് മാറാട് പോലീസിൻ്റെ സഹായത്തോടെ വരികയും പള്ളി ശുദ്ധീകരിച്ച് അവിടെ നിസ്കരിക്കാനുള്ള സാഹചര്യം ഒരുക്കുകയും ചെയ്തു. പക്ഷെ പിന്നീടത് പ്രവർത്തിക്കാൻ കഴിഞ്ഞില്ല. കാരണം അത്രമാത്രം പ്രാദേശികമായ എതിർപ്പ് ഈ പള്ളിയെ സംബന്ധിച്ചോളം ഉണ്ടായിരുന്നു. കാരണം ആ പള്ളിയായിരുന്നു തങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ മുഴുവൻ മരണത്തിന് കാരണമായ ആസൂത്രണം മുഴുവൻ നടന്നത് എന്ന് പ്രദേശവാസികൾക്ക് അറിയാമായിരുന്നു. അപ്പോൾ ആ പ്രദേശവാസികളുടെ വികാരം മാനിക്കാതെ അവരെ വെല്ലുവിളിച്ചുകൊണ്ടാണ് അന്ന് ലീഗിൻ്റെ MP അഹമ്മദ് അന്ന് അവിടെ വന്നത്. അപ്പോൾ ഇതെല്ലാം നമുക്ക് കാണാൻ സാധിക്കുന്നത് പോലീസിൻ്റെ അന്വേഷണത്തെ സമ്മർദ്ദത്തിൽ ആഴ്ത്തിക്കൊണ്ട് നിയന്ത്രിക്കുകയും ഇതിൻ്റെ ഗൂഢാലോചനയെക്കുറിച്ച് അന്വേഷിക്കാതിരിക്കുകയും ഇത് ചെയ്യിപ്പിച്ച ആളുകൾ കർട്ടൻ്റെ പുറകിൽ തന്നെ നിൽക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി. CBI അന്വേഷണം ഏൽപ്പിക്കപ്പെട്ടു. അത് 10 വർഷങ്ങൾക്ക് ശേഷമാണ് CBIക്ക് അന്വേഷണം കൈമാറിയത്. 2012 13 മറ്റാണ് CBIക്ക് അന്വേഷണം കൈമാറിയത്. CBI അന്വേഷണത്തിലേക്ക് വന്ന സമയത്ത് അപ്പോഴേക്കും ഇടതുപക്ഷ സർക്കാർ വന്നു. ഈ ലോക്കൽ പോലീസ്
മാറാട് അന്വേഷണത്തിൻ്റെ റിപ്പോർട്ടുകളൊന്നും തന്നെ CBIക്ക് കൈമാറാൻ തയ്യാറായില്ല. അന്വേഷണം സംബന്ധിച്ച്, പ്രതികളെ സംബന്ധിച്ച് ലോക്കൽ പോലീസ് അന്വേഷിച്ച റിപ്പോർട്ടുകൾ, അന്വേഷണ ഡയറി, ഇതൊന്നും CBIക്ക് കൈമാറാൻ തയ്യാറായില്ല. 3 തവണ CBI പോലീസ് അന്വേഷണ സംഘത്തിന് കത്തെഴുതി, DGPക്ക് കത്തെഴുതി, ചീഫ് സെക്രട്ടറി കത്തെഴുതി, തങ്ങൾക്ക്. അങ്ങനെ 3 തവണ കത്തെഴുതിയപ്പോൾ ഈ ഓരോ ഘട്ടത്തിൽ 8 10 ഫയലുകൾ, 4 5 ഫയലുകൾ, ഇങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് ഫയലുകൾ അപൂർണമായി കൈമാറിക്കൊണ്ടാണ് പോലീസ് അതിനോട് സഹകരിച്ചത്. എന്ന് വെച്ചാൽ പൂർണ്ണമായും CBI അന്വേഷണത്തെ തളർത്തുന്ന നിലപാടാണ് കേരള പോലീസ് അന്നെടുത്തത്. അതുകൊണ്ട് CBI അന്വേഷണം എവിടെ എത്തിയില്ല. അതും 12 വർഷം കഴിഞ്ഞിട്ടുള്ളൊരു CBI അന്വേഷണത്തിന് എന്ത് പ്രസക്തി? ആ CBI അന്വേഷണം കൊണ്ട് ഗൂഢാലോചന തെളിയിക്കാൻ പറ്റുമോ? അപ്പോൾ യഥാർത്ഥത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് ഇതിൻ്റെ തൊട്ടുപുറകെ തന്നെ ഹിന്ദു സംഘടനകൾ സമരം നടത്തിയെങ്കിലും ഹിന്ദു സംഘടനകളുടെ ആവശ്യത്തെ നിരാകരിച്ചുകൊണ്ട് ഇരകൾക്ക് നീതി ലഭിക്കണം എന്ന ആവശ്യത്തോട് മുഖം തിരിച്ച് വേട്ടക്കാർക്കൊപ്പം നിന്ന ഒരു സാഹചര്യം, രാഷ്ട്രീയമാണ് അന്ന് നമുക്ക് കണ്ടത്. അതിൻ്റെ കൂടെ കോൺഗ്രസ് ഉണ്ടായിരുന്നു, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടായിരുന്നു, CPM CPI തുടങ്ങിയിട്ടുള്ള ലീഗ് അടക്കമുള്ള ഈ പറയുന്ന മതേതര കക്ഷികൾ എന്ന് ഓമനപ്പേരിട്ട് വിളിക്കുന്നവരും ഈ തീവ്രവാദികളുമൊക്കെ കൈകോർത്ത് പിടിച്ചുകൊണ്ട്, ലീഗടക്കമുള്ള വർഗീയ പ്രസ്ഥാനങ്ങൾ കൈകോർത്ത് പിടിച്ചുകൊണ്ട് മാറാട് ഇരകൾക്ക് എതിരായിട്ട് നിലകൊണ്ടു എന്നുള്ളതാണ് മാറാടിൻ്റെ ചരിത്രം. മാറാട് കലാപം നടന്നതിന് ശേഷവും ഇന്നും അറിയാത്ത കാര്യം, ഇവിടെ നടന്ന ഫണ്ടിങ്, അതുപോലെ തന്നെ ഗൂഢാലോചനകൾ, ഇതിനെപ്പറ്റിയൊന്നും ഇപ്പോഴും അറിയാൻ പറ്റിയിട്ടില്ല. ഇവർക്ക് വേണ്ട ഫണ്ട്, ആയുധങ്ങളൊക്കെ എങ്ങനെ ഇവിടെ എത്തി എന്നുള്ളതും ഇന്നും ചർച്ചയാവുന്ന കാര്യങ്ങളാണ്. അതിനെപ്പറ്റി എന്താണ്? അല്ല, അതിൻ്റെ അന്വേഷണം നടക്കേണ്ടിയിരുന്നു. ഈ ആയുധങ്ങൾ എവിടെ നിന്ന് സമാഹരിച്ചു? അവിടെ യഥാർത്ഥത്തിൽ മാറാട് ഈ കലാപത്തിൻ്റെ ഉദ്ദേശം വളരെ ആസൂത്രിതമാണ് എന്ന് പറയാൻ കാരണം, നമ്മൾ പൊന്നാനി മുതൽ അങ്ങ് കാസർഗോഡിൻ്റെ അങ്ങേയറ്റം വരെയുള്ള തീരപ്രദേശങ്ങളിൽ 1 2 കടപ്പുറം മാത്രമാണ് ഹിന്ദുക്കൾ ഭൂരിപക്ഷമായിട്ടുള്ള കടപ്പുറം. അതിലൊന്ന് മാറാടാണ്. മാറാട് കടപ്പുറത്ത് ആസൂത്രിതമായി വർഗീയ ലഹളകൾ സൃഷ്ടിച്ച്, മതസംഘർഷങ്ങൾ സൃഷ്ടിച്ച്, മലബാറിൽ 921 ചെയ്ത പോലെ മാറാട്ട് നിന്ന് ഈ തീരപ്രദേശത്തെ ഹിന്ദുക്കളെ ഓടിക്കുക എന്ന ലക്ഷ്യമാണ് യഥാർത്ഥത്തിൽ ഈ ഭീകരവാദികൾക്ക്, തീവ്രവാദികൾക്കുണ്ടായിരുന്നത്. ആ ലക്ഷ്യം പൂർത്തീകരിച്ചില്ല എന്ന് മാത്രമല്ല, മാറാട് നൽകുന്ന ഒരു വലിയ പാഠമുണ്ട് മുഴുവൻ ഹിന്ദു സമാജത്തിനും. അത് കേരളത്തിലെ മുഴുവൻ ഹിന്ദു സമാജത്തിനും നൽകുന്ന പാഠമാണ്, ഒരു സന്ദേശമാണ്. മാറാട്ട ഹൈന്ദവ സമാജം ഒരുമിച്ച് നിന്നു. ഈ സംഭവത്തിന് ശേഷം അവർ ഭയന്ന് ഓടിയില്ല. മലബാറിലെ മാപ്പിളലഹളക്കാലത്ത് സ്വന്തം വീടും കൂടുക്കും ഉപേക്ഷിച്ച് ഓടിയ ഹിന്ദുക്കളെ പോലെ മാറാട്ട് നിന്ന് ഹിന്ദുക്കൾ ആരും ഓടിപ്പോയില്ല. അവർ ഹിന്ദു സമൂഹം അവിടെ ഒരുമിച്ച് നിന്നു. അവിടെ തിരിച്ചു വരാൻ പറ്റാതായത് മാറാട്ട് ഹിന്ദുക്കളെ ഓടിക്കാൻ ശ്രമിച്ചവർക്കാണ്. അതാണ് കേരളത്തിലെ ഹിന്ദുക്കൾ പഠിക്കേണ്ട ഒരു പാഠം. ഹിന്ദു സമൂഹം ഒരുമിച്ച് നിന്നതിൻ്റെ പശ്ചാത്തലത്തിൽ, അല്ലെങ്കിൽ അതിൻ്റെ ഫലമായിട്ട് മാറാട്ട ഹിന്ദുക്കൾ ഇന്നും അവിടെ അഭിമാനത്തോടെ ജീവിക്കുന്നവർ. അവരുടെ പ്രിയപ്പെട്ടവർ, വേണ്ടപ്പെട്ടവരൊക്കെ മരിച്ചു, മരണമുണ്ടായി. പക്ഷേ അതിൻ്റെ അടിസ്ഥാനത്തിൽ അവരെ കീഴ്പ്പെടുത്താൻ കഴിഞ്ഞില്ല, അവരെ അവിടെ നിന്ന് നിഷ്കാസനം ചെയ്യാൻ കഴിഞ്ഞില്ല. അവർ ഒറ്റക്കെട്ടായി അവിടെ നിന്നു എന്നുള്ളത് കൊണ്ട് ആണ് അഭിമാനത്തോടെ മാറാട്ട് ആളുകൾ, മുക്കുവ സഹോദരങ്ങൾ ഇന്നും ഹിന്ദുക്കളായി ജീവിക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ മാറാട് കേരളത്തിന് നൽകുന്ന ഒരു വലിയ പാഠം, അതായത് 921 മാപ്പിള ലഹളയ്ക്ക് പകരം കേരളത്തിലെ ഹൈന്ദവ സമാജത്തിലുണ്ടായ മാറ്റത്തിൻ്റെ ഒരു ലക്ഷണമായിട്ട് നമുക്ക് മാറാടിനെ കാണാൻ കഴിയും. അങ്ങനെ ഓടിക്കാൻ പറ്റുന്നവരല്ല ഹിന്ദുക്കൾ എന്ന ഒരു സന്ദേശം തീവ്രവാദികൾക്ക് നൽകാനും അത് കൃത്യമായി അവരെ ബോധ്യപ്പെടുത്താനും മാറാട് സംഭവത്തിന് കഴിഞ്ഞു. അതിൽ കേരളത്തിലെ ഹൈന്ദവ സംഘടനകളുടെ പങ്ക് വളരെ വലുതാണ്. ആ ഹൈന്ദവ സംഘടനകളിൽ വിശ്വാസമർപ്പിച്ചാണ് മാറാട്ടെ അരയ സമൂഹം അവരൊറ്റക്കെട്ടായി, സ്ത്രീകളടക്കം ഒരുമിച്ച് നിന്നുകൊണ്ട് പോരാടിയത്. ആ പോരാട്ടം കേരളത്തിലെ ഹിന്ദു സമാജത്തിന് മറക്കാനാവാത്തതാണ്. തീർച്ചയായും അതിൽ നിന്ന് പ്രേരണ ഉൾക്കൊണ്ടുകൊണ്ട് കേരളത്തിലെ ഹൈന്ദവ സമൂഹത്തിന് കൊടുക്കുന്ന മെസ്സേജ് നിങ്ങൾ ഒരുമിച്ച് നിൽക്കൂ എന്നുള്ളതാണ്.
ഇപ്പം 23 വർഷങ്ങൾ പിന്നിടുമ്പോൾ മാറാട് ഇന്ന് ശാന്തമായ ഒരു സ്ഥലമാണ്. ഇപ്പോഴത്തെ അവിടുത്തെ ജീവിത സാഹചര്യത്തെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഇപ്പോൾ മാറാട് നമ്മൾ ഹൈന്ദവ സംഘടനകൾ അതിന് ശേഷം അവിടുത്തെ ആളുകളുടെ സ്വയം തൊഴിലുമായി ബന്ധപ്പെട്ടും സാമ്പത്തികമായിട്ട് അവർക്ക് അവരുടെ സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടും പല സേവാ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം കൊടുക്കുകയും അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് പേരെ സ്വയം പര്യാപ്തമായ ജീവിതത്തിലേക്ക് നയിക്കാനും തക്ക രീതിയിലുള്ള പല നടപടിക്രമങ്ങളും അവിടെ എടുക്കുകയുണ്ടായി. കൊല്ലപ്പെട്ടവരുടെ ബന്ധുക്കൾക്ക്, അവരുടെ ആശ്രിതർക്ക് സർക്കാർ ജോലി എന്നുള്ള നിലയ്ക്ക് അന്ന് ഹിന്ദു സംഘടനകൾ ആവശ്യപ്പെട്ടതിനനുസരിച്ചിട്ടാണ്, അവരുടെ ആവശ്യത്തിലായിരുന്നുണ്ട്. കോമ്പൻസേഷൻ അന്ന് സർക്കാർ ആദ്യം കൊടുത്ത് 1 ലക്ഷം രൂപ വെച്ചിട്ടാണ്. അത് സർക്കാരിൻ്റെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് ഹിന്ദു സംഘടനകളുടെ പിന്തുണയോട് കൂടിയിട്ടാണ് അവിടുത്തെ അമ്മമാർ കളക്ടറേറ്റിലേക്ക് മാർച്ച് ചെയ്ത് ആ 1 ലക്ഷം രൂപ വേണ്ട, ഞങ്ങൾക്ക് ആ പിച്ചക്കാശ് വേണ്ട എന്ന് തീരുമാനിച്ചത്. ഒടുവിൽ 10 ലക്ഷം രൂപ വെച്ച് അവർക്ക് കൊടുക്കേണ്ടി വന്നു. അപ്പോൾ സ്വയം പര്യാപ്തമായ ഒരു ഹിന്ദു സമൂഹം എന്നുള്ള നിലയ്ക്ക് ആ നിലയ്ക്കുള്ള പരിശ്രമങ്ങൾ അവിടെ നടത്തുകയും ആത്മവിശ്വാസത്തോടെ ജീവിക്കാനും സ്വന്തം കാലിൽ നിൽക്കാനും തക്ക രീതിയിലുള്ള ഒരുപാട് പരിപാടികൾക്ക് മാറാട് കേന്ദ്രീകരിച്ചുകൊണ്ട് നമുക്ക് പ്രവർത്തിക്കാനും കഴിഞ്ഞിട്ടുണ്ട്. ആ അടിസ്ഥാനത്തിൽ മാറാട് ഹിന്ദുക്കൾ ഇന്ന് സ്വാഭിമാനത്തോടെ അവർ ജീവിക്കുന്നു എന്നുള്ളതാണ് നമുക്കവിടെ കാണാൻ സാധിക്കുന്നൊരു കാര്യം. ഇപ്പോൾ ഒന്നാം കലാപം നടന്നതിന് ശേഷം പോലീസിന്റെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ സുരക്ഷയിൽ വൻ വീഴ്ച വന്നതായിട്ട് വേണ്ട നമുക്ക് പറയാനായിട്ട്. രണ്ടാമത്തെ കലാപം നടക്കുമ്പോഴത്തേനും ഇങ്ങനെ ഒരു കലാപം നടക്കും എന്ന് കുറച്ചു പേർക്കെങ്കിലും അറിയാമായിരിക്കുമല്ലോ. അപ്പം പോലീസ് സേനയുടെ ഇതിൽ വൻ വീഴ്ച വന്നു എന്ന് വേണ്ടേ പറയാം? പോലീസ് സേനയ്ക്ക് വലിയ വീഴ്ച വന്നിട്ടുണ്ട്, യാതൊരു സംശയമില്ല. ഒന്ന്, മാറാട് സംഭവത്തിന് മുമ്പേ തന്നെ കേരളത്തിൽ പല ഈ തീരപ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചിട്ട് തീവ്രവാദികളുടെ സാന്നിധ്യം ഒരുപാട് തവണ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതാണ്. എൻ്റെ ഓർമ്മ, മാറാട് സംഭവത്തിന് മുമ്പാണ് ബേപ്പൂർ ബോട്ടിൽ സ്ഫോടനം ഉണ്ടായത്. മാറാട് സംഭവത്തിന് മുൻപാണ്. പല സന്ദർഭങ്ങളിലും കാസർഗോഡ് നിന്ന് തിരുവനന്തപുരം വരെയുള്ള കോസ്റ്റൽ മേഖലകളിൽ തീവ്രവാദികൾ കടൽ മാർഗം വരുന്നു എന്നും ആയുധങ്ങൾ കൊണ്ടുവരുന്നു എന്നും അവരതുവഴി നുഴഞ്ഞു കയറാൻ ശ്രമിക്കുന്നു എന്നൊക്കെയുള്ള വാർത്തകൾ സജീവമായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ കോസ്റ്റൽ ഗാർഡ് പോലീസിനെ, തീരപ്രദേശങ്ങളിൽ പോലീസിൻ്റെ വിന്യാസം ശക്തിപ്പെടുത്തണം, കോസ്റ്റൽ പോലീസ് സ്റ്റേഷനുകളുടെ എണ്ണം വർദ്ധിപ്പിക്കണം എന്നൊക്കെ അന്ന് നമ്മൾ ആവശ്യപ്പെട്ടിരുന്നതാണ്. പക്ഷേ സർക്കാരിന് ഈ കാര്യങ്ങളോട് വളരെ ഒരു നിസ്സംഗതയായിരുന്നു. അതിന് വേണ്ടത്ര ഗൗരവം സർക്കാർ കൊടുത്തിരുന്നില്ല. ഇതെല്ലാം കൂടി നോക്കുമ്പോൾ യഥാർത്ഥത്തിൽ തീവ്രവാദികൾക്ക് എല്ലാ തരത്തിലും അഴിഞ്ഞാടാനുള്ള ഒരു സാഹചര്യം തീരപ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് ലഭിച്ചു എന്നുള്ളത് വേണം മനസ്സിലാക്കാൻ. വേണ്ടത്ര ഇൻ്റലിജൻസ് റിപ്പോർട്ട് ഉണ്ടായിട്ടും അത് തടയാൻ തക്ക രീതിയിൽ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഒരു നടപടി എടുത്തില്ലെന്ന് മാത്രമല്ല, അന്നത്തെ ജില്ലാ കളക്ടർ എടുത്ത നിലപാട് തീവ്രവാദികൾക്ക് അനുകൂലമായിരുന്നു. സൂരജിനെതിരെ വ്യാപകമായി, അന്ന് ജില്ലാ കളക്ടർ ടി ഒ സൂരജാണ്. ടി ഒ സൂരജിനെതിരെ വലിയ തോതിലുള്ള ആക്ഷേപങ്ങളുണ്ടായി, വലിയ തോതിലുള്ള ആരോപണങ്ങളുണ്ടായി. അദ്ദേഹത്തിന് പിന്നീട് ആ സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കേണ്ടി വന്നു. ഇതെല്ലാം നമുക്ക് ചൂണ്ടിക്കാണിക്കുന്നത് ഇൻ്റലിജൻസിൻ്റെ ഭാഗത്തു നിന്ന്, പോലീസ് സംവിധാനങ്ങളുടെ ഭാഗത്തു നിന്നൊക്കെ ഈ കലാപം ഏകപക്ഷീയമായി ഹിന്ദുക്കൾക്കെതിരെ നേരെ തടയാൻ കഴിഞ്ഞില്ല. നമുക്കൊരിക്കലും വിശ്വസിക്കാൻ സാധ്യമല്ല. ഈ മാറാട് കൂട്ടക്കൊലയ്ക്ക് വേണ്ടി അവിടെ എത്തിയത് 150-ലേറെ ആളുകളാണ്. 150 പേർക്ക് ഇങ്ങനെ സംഘടിച്ച് ഇവിടുത്തെ അന്വേഷണ ഏജൻസികളുടെ കണ്ണ് വെട്ടിച്ച് ഇത്തരം കാര്യങ്ങളുടെ തയ്യാറെടുപ്പിനെ അറിയാതിരിക്കാൻ തക്ക രീതിയിൽ അത്രയും മോശമാണ് കേരളത്തിലെ ഇൻ്റലിജൻസ് സംവിധാനം, നമുക്ക് വിശ്വസിക്കാൻ സാധ്യമല്ല. അപ്പോൾ അങ്ങനെ ഒരു തയ്യാറെടുപ്പിനെ കുറിച്ച് കണ്ണടയ്ക്കുകയും മാറാട്ടെ ഹിന്ദുക്കളെ കൊലക്കത്തിക്ക് വിട്ടുകൊടുക്കുകയും ചെയ്ത ഒരു ഗവൺമെൻറ് അന്നുണ്ടായി എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. എന്താണെങ്കിലും മാറാട് ഇന്ന് ശാന്തമാണ്, സ്വസ്ഥമായ ജീവിതം മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുകയാണ്. നന്ദി. നമസ്കാരം.